പ്രശ്നങ്ങൾ പറഞ്ഞാൽ യൂട്യൂബ് ചാനലിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ എല്ലാവരെയും കാണുവാനും നിങ്ങളോട് സംസാരിക്കുവാനും അദ്ദേഹം ഇവിടെ എത്തിച്ചേരുകയാണ്. എല്ലാവരും ഈ കസേരകളിലേക്ക്, എല്ലാ പ്രിയങ്കരും ഈ കസേരകളിലേക്ക് കടന്നിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എന്റെ ഈ വാക്കുകൾ ചുരുക്കുന്നു, നിർത്തുന്നു. സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് എൻ കെ പ്രേമചന്ദ്രനെ നയിക്കുന്ന തീരദേശ കടന്നു വരികയാണ്. നമ്മുടെ RSPയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ എൻ കെ പ്രേമചന്ദ്രന് ഈ പെരുമാതുറയുടെ മണ്ണിലേക്ക് കൃത്യമായി നമ്മൾ ഒരു നിറ കയ്യോടെ സ്വീകരിക്കുന്നു. നമ്മുടെ ഈ പ്രദേശവാസികൾ, മത്സ്യത്തൊഴിലാളികൾ, യൂണിയന്റെ നേതാക്കന്മാർ, പാർട്ടി പ്രവർത്തകർ എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ കയ്യടിയോടുകൂടി ഒരിക്കൽ കൂടി വീണ്ടും സ്വീകരണ യോഗ പരിപാടികൾ ആരംഭിക്കുകയാണ്. ഇതിനകം 70-ാധികം ആളുകൾ മരിച്ചറിയാം. അതെല്ലാം പാവപ്പെട്ടവരാണ്. ഇത് ഈ മത്സ്യകരണം നടത്താൻ ആർക്ക് വേണ്ടിയില്ല? കുത്തക മുതലാളികൾക്ക് വേണ്ടിയില്ല. ഈ കടലിൽ കൂടി തീരെ എഴുതി കൊടുക്കാൻ ഇപ്പം വിഴിഞ്ഞ പോക്ക് എഴുതി കൊടുത്തു, നമ്മുടെ വിമാനത്താവളം എഴുതി കൊടുത്തു. ഇത് ഈ കടല് മൊത്തം എഴുതി കൊടുക്കാം. ഇതാണ് നടക്കുന്നത്. ഇത് ജനങ്ങളുമായി, സാധാരണ ജനങ്ങളുമായി ചർച്ച ചെയ്യാനും അതിനെതിരായ പ്രതിരോധ നിര കെട്ടിപ്പടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും നാളെ മുതൽ തന്നെ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഇതിപ്പോ കേന്ദ്ര സെക്രട്ടറി ചില പിന്നോക്കം പോകുന്നതിന് സൂചനകൾ നൽകിക്കൊണ്ട് ഇത് ഇനിയും 2 വർഷം എടുക്കും എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മത്സ്യമേഖല മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ സൂചന നൽകി. അത് ഏകദേശം ഒരു സൂചന മാത്രമാണ്. അതിൽ പിന്നാലെ വരുന്ന ഇതിനോടകം വരാൻ പോകുന്ന എല്ലാ പ്രക്ഷോഭ പരിപാടികളിലും ഈ പ്രദേശത്ത് നല്ലവരായ ഇതിൽ പങ്കെടുത്തിട്ടുള്ള ഈ പ്രദേശം ആകെ ജീവിക്കുന്നത് മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം. ഈ മേഖലയിലൊക്കെ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് ജീവിതം നടത്തുന്ന ഒരു പ്രദേശമാണ്. അവിടുത്തെ മുഴുവൻ ജനങ്ങളും ഞങ്ങൾ മുൻപോട്ട് വയ്ക്കുന്ന ഈ മുദ്രാവാക്യം ഏറ്റെടുക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി പ്രേമചന്ദ്രനെ സ്വീകരിച്ച് ഈ സ്വീകരണം നൽകുന്നതിന് ഇവിടെ വന്നെത്തിയ അതിന്റെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരിക്കൽ കൂടി അവരുടെ സ്വീകരണം നൽകുന്നതിനായി അവരെ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ടിന്റെ വാക്കുകൾ. ജാഥ ക്യാപ്റ്റൻ ആദ്യം നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ആണ് സ്വീകരണം നമുക്ക് അറേഞ്ച് ചെയ്യുന്നത്. ഈ സ്വീകരണ സമ്മേളനത്തിന്റെ പ്രിയങ്കരനായ അധ്യക്ഷൻ RSPയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, ഇതിന്റെ സംഘാടക ചുമതലയുള്ള പ്രിയപ്പെട്ട കെ ചന്ദ്രബാബു, പ്രൗഢഗംഭീരമായ ഈ സ്വീകരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പരിമിതമായ വാക്കുകളിലൂടെ സമയപരിമിതി മനസ്സിലാക്കിക്കൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരളത്തിന്റെ മുൻ തൊഴിൽ മന്ത്രി, RSPയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം, UTOCയുടെ അഖിലേന്ത്യാ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുൻ മന്ത്രി, തൊഴിൽ മന്ത്രി ബാബു ദിവാകരൻ, ഇതിനോടൊപ്പം ഈ ജാഥയിൽ പങ്കെടുത്തിട്ടുള്ള പ്രിയപ്പെട്ട ജാഥാംഗങ്ങൾ ഇവിടെ നേരത്തെ പരിചയപ്പെടുത്തി ഞാൻ ആവർത്തിക്കുന്നില്ല. എം സിസിലി, ജസ്റ്റിൻ ജോൺ, പുനത്ര നൌഷാദ്, വിഷ്ണു മോഹൻ, ജാഥയ്ക്ക് സംഘാടക ചുമതല വഹിക്കുന്ന KS സനൽകുമാർ, അതുപോലെ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള RSPയുടെ സമ്മന്നിതരായിട്ടുള്ള നേതാക്കന്മാർ V ശ്രീകുമാരൻ നായർ, K ജയകുമാർ, പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അറവൂർ പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കന്മാർ, വളരെ അഭിമാനബോധത്തോടുകൂടി ഞാൻ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടക പാർട്ടിയായിട്ടുള്ള ഞങ്ങളുടെ നേതൃത്വത്തിൽ
തീരദേശ മേഖലയുടെ ആവാസ വ്യവസ്ഥയുടെ പരിരക്ഷ ഉറപ്പുവരുത്താൻ ഒരു പ്രക്ഷോഭ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ അതറിഞ്ഞ നിമിഷം മുതൽ ആ സ്വീകരണ പര്യടന പരിപാടി ജാഥയെ വിജയിപ്പിക്കാൻ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി ഈ സമ്മേളനം വൻപിച്ച വിജയമാക്കി മാറ്റിത്തീർത്തതിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ സമന്വയരായിട്ടുള്ള നേതാക്കന്മാർ, പ്രിയമുള്ള പ്രവർത്തകർ, അതിന് നേതൃപരമായ പങ്കുവഹിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ MJ ആനന്ദ്, അതുപോലെ തന്നെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ മറ്റൊരു ജനറൽ സെക്രട്ടറി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായ ഒരു രാഷ്ട്രീയ ബന്ധം കൂടിയുള്ള പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ശ്രീ S കൃഷ്ണകുമാർ, അതുപോലെ ശ്രീ KS അജിത് കുമാർ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ MS നൌഷാദ്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിറയിൻകീഴ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ അഭിമാനകരമായ പോരാട്ടം കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട അന്നത്തെ സ്ഥാനാർത്ഥി ശ്രീ BS അൻവർ, ഈ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന പെരുമാതുറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ സുനിൽ സലാം ഉൾപ്പെടെ ഈ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഞാൻ വന്ന വഴിക്ക് തന്നെ എന്നെ തൊട്ടപ്പുറത്ത് തളം നിർത്തി ശ്രീ ചാന്നാങ്കര MP കുഞ്ഞിന്റെ നേതൃത്വത്തിൽ ലീഗ് പ്രവർത്തകർ വഴിയിൽ വെച്ച് തന്നെ ഒരു സ്വീകരണം നൽകി. ഇവിടെയും ആ സ്വീകരണ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ, ശ്രീ പ്രിയപ്പെട്ട ജനാബ് ജസീം, അതുപോലെ തന്നെ CMPയുടെ നേതാവ് ഉൾപ്പെടെ ഈ സമ്മേളന വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കൾ, പ്രവർത്തകർ, മത്സ്യത്തൊഴിലാളി സഹോദരങ്ങൾ അടക്കമുള്ള ബഹുജനങ്ങളെ, സുഹൃത്തുക്കളെ, സമയപരിമിതി ദീർഘമായ ഒരു പ്രസംഗത്തിന് തടസ്സമാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വർക്കലയിൽ ഇന്ന് ഒരു 7:30 മുമ്പെങ്കിലും ഈ ജാഥ സമാപിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്നലെയാണ് എറണാകുളത്ത് ശ്രീ VD സതീശന്റെ അധ്യക്ഷതയിൽ ഈ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള ഞാനും ശ്രീ ബാബു ദിവാകരൻ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും പങ്കെടുത്ത ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന നേതൃയോഗം ചേർന്നു. പെരുമാതുറയിൽ RSPയുടെ നേതൃത്വത്തിലുള്ള ഈ ജാഥാ പരിപാടിയുമായി ബന്ധപ്പെട്ട കാര്യം ഒരാഴ്ച മുമ്പ് അറിഞ്ഞപ്പോൾ തന്നെ നിങ്ങളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പരിപാടിയാക്കി മാറ്റിയെങ്കിൽ ഇന്നലെ ചേർന്ന സംസ്ഥാന സമിതി യോഗം നിങ്ങളുടെ ആകെ വികാരം ഏറ്റെടുത്തുകൊണ്ട് ഈ ഏപ്രിൽ മാസം, വരാൻ പോകുന്ന ഏപ്രിൽ മാസം 20 വരെ, ഏപ്രിൽ മുതൽ മെയ് മാസം 1-ാം തീയതി വരെ ശ്രീ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനതല തീരദേശ ജാഥയ്ക്ക് ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം കൊടുക്കുന്നു എന്ന വിവരം സന്തോഷത്തോടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഇത്രയും കാലതാമസം ഉണ്ടാകാൻ ഇടയായിട്ടുള്ള പശ്ചാത്തലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. വിശ്വാസ പ്രമാണം അനുസരിച്ച്, ഇസ്ലാമിക ജീവിതചര്യ അനുസരിച്ച് 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ജീവിതത്തിൽ നിർബന്ധിതമായും നിഷ്കർഷിക്കപ്പെടേണ്ടുന്ന 5 കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വർഷത്തിൽ ഒരു മാസക്കാലം പകൽ സമയം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് നൊയമ്പ് അനുഷ്ഠിക്കണം, വ്രതാനുഷ്ഠാനങ്ങൾ നടത്തണമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആൻ അവതരിച്ച പുണ്യമാസമായ റമദാൻ വ്രതാനുഷ്ഠാനങ്ങൾക്ക് നാളെ ഔപചാരികമായി തുടക്കം കുറിക്കുകയാണ്. ഒരു മാസക്കാലം. ആ വ്രതാനുഷ്ഠാന കാലം കഴിഞ്ഞാൽ ഉടൻ തന്നെ തീരദേശ ജാഥ കേരളത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള തീരദേശ ജാഥ ആരംഭിക്കുകയാണ്. എന്താണ് മൗലികമായിട്ടുള്ള പ്രശ്നം? മൗലികമായ പ്രശ്നം കേന്ദ്ര ഗവൺമെന്റ് കടൽ മണൽ ഖനനത്തിന് വേണ്ടി കൊല്ലം പ്രദേശത്ത്, കൊല്ലം തീരക്കടലിനപ്പുറത്ത് 3 ബ്ലോക്കുകളായി തിരിച്ച് 425 ചതുരശ്ര കിലോമീറ്റർ സമുദ്രപ്രദേശം, ഏതാണ്ട് 50 മീറ്ററിനപ്പുറത്തുള്ള സമുദ്രപ്രദേശത്തിൽ ആഴക്കടൽ മണൽ ഖനനം നടത്താൻ ടെൻഡർ വിളിച്ചു. ടെൻഡർ ഇന്ന് അവസാനിക്കുകയാണ്. ആ തീയതി വീണ്ടും ദീർഘിപ്പിച്ചു എന്നുള്ളത് നിങ്ങളൊന്ന് പത്രത്തിൽ വായിച്ചു, അല്ലെങ്കിൽ ഇന്ന് അവസാനിക്കേണ്ടതാണ്.
3 ബ്ലോക്കുകളായി തിരിച്ച് കടൽ മണൽ ഖനനം നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് അത് മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ജീവിതത്തെയും അവരുടെ ജീവനെയും പ്രതികൂലമായി ബാധിക്കും. ഈ പെരുമാതുറ ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയുടെ ആവാസ വ്യവസ്ഥ തകരും. ഞാൻ പറയേണ്ട കാര്യമില്ല, മുതലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം മുതലപ്പുഴയിൽ ഇതിനകം തന്നെ 73 വിലപ്പെട്ട ജീവനുകൾ ഈ നാടിന് നഷ്ടപ്പെട്ടു. നിയമസഭയിൽ ഈ പ്രശ്നം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്നു. ഇടപെടാമെന്ന് ഗവൺമെന്റ് സമ്മതിച്ചു. മന്ത്രിതല സംഘം, കേന്ദ്ര മന്ത്രിതല സംഘവും സംസ്ഥാന മന്ത്രിതല സംഘവും മുതലപ്പുഴ സന്ദർശിച്ചു. ഡ്രഡ്ജിംഗ് നടത്തി പുനരുദ്ധരിക്കാമെന്ന് ഉറപ്പ് നൽകി മാസങ്ങളും വർഷവും പിന്നിട്ടതിന് ശേഷവും നാളുവരെയായി ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള ഒരു നടപടിയും സ്വീകരിച്ച് അപകടരഹിതമായ നിലയിൽ മുതലപ്പുഴയെ മാറ്റുന്നതിന് ഒരു നടപടിയും ഈ ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളത് പ്രതിഷേധത്തോടുകൂടി തന്നെ ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 73 പേർ മുതലപ്പുഴയിൽ മരണപ്പെട്ടിട്ടും ആ അപകടത്തിന് ആധാരമായ കാരണങ്ങൾ കണ്ടെത്തി ഡ്രഡ്ജിംഗ് ഉൾപ്പെടെയുള്ള പ്രക്രിയയിലൂടെ അത് പുനരുദ്ധരിക്കാൻ, പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന് പാവപ്പെട്ട തീരദേശവാസികളോട് എന്ത് താല്പര്യം എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അപ്പൊ അങ്ങനെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ് മത്സ്യസമ്പത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കുന്ന, തീരദേശ മേഖലയുടെ ആവാസ വ്യവസ്ഥയെ പൂർണ്ണമായും തകിടം മറിക്കുന്ന കടൽ മണൽ ഖനനവുമായി കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുള്ളത്. മത്സ്യത്തൊഴിലാളികൾക്ക് നല്ലതുപോലെ അറിയാം, 85 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കൊയിലോൺ ബാങ്ക് അല്ലെങ്കിൽ കൊല്ലം പരപ്പ്, അതേതാണ്ട് വർക്കലയ്ക്ക് ഇപ്പുറത്ത്, ഏതാണ്ട് ഈ പ്രദേശത്തിനപ്പുറത്തുനിന്ന് ആരംഭിച്ച് ഏതാണ്ട് അമ്പലപ്പുഴ വരെയുള്ള 85 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന കൊയിലോൺ ബാങ്ക് അല്ലെങ്കിൽ കൊല്ലം പരപ്പ് എന്ന് മലയാളത്തിൽ പറയുന്ന ആ കൊല്ലം പരപ്പിലാണ് അയല, മത്തി, ചാള, നെത്തോലി, കണവ, ചെമ്മീൻ തുടങ്ങിയിട്ടുള്ള മിക്കവാറും എല്ലാ മത്സ്യവും ജനിക്കുന്നത്. മത്സ്യസമ്പത്തിന്റെ ഏറ്റവും വലിയ ശേഖരമാണ് കൊയിലോൺ ബാങ്ക് അല്ലെങ്കിൽ കൊല്ലം പരപ്പ് എന്ന് പറയുന്ന തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലയുടെ ഏതാണ്ട് പ്രാന്തപ്രദേശങ്ങളും കൊല്ലം ജില്ലയിലുമായി വ്യാപിച്ചു കിടക്കുന്ന ഈ മത്സ്യസമ്പത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം. ഇവിടെ മത്സ്യത്തൊഴിലാളികളുണ്ട്, അവർക്ക് നല്ലതുപോലെ അറിയാം. ഇന്നലെ കാന്തറാവു എന്ന് പറയുന്ന കേന്ദ്ര ഖനന മന്ത്രാലയത്തിന്റെ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മത്സ്യസമ്പത്തിനെ അങ്ങനെ ബാധിക്കില്ല. കാരണം 50 കിലോമീറ്റർ അപ്പുറത്താണ്, തീരത്ത് നിന്ന് 50 കിലോമീറ്റർ അപ്പുറത്താണ് ഞങ്ങൾ മണൽ ഖനനം ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. കാന്തറാവൂരറിയില്ല, VL കാന്തറാവൂരറിയില്ല, ഈ 50 കിലോമീറ്ററിന് അപ്പുറത്താണ് ദേശീയ തലത്തിൽ ഏറ്റവും വലിയ മത്സ്യസമ്പത്തിന്റെ കേന്ദ്രം എന്ന് വിശേഷിപ്പിക്കുന്ന കൊല്ലം പരപ്പ്, കൊയിലോൺ ബാങ്ക്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ടുള്ളതാണ് തിരുവനന്തപുരം വെഡ്ജ്. ഇതുപോലെ അടുത്തത് തിരുവനന്തപുരം വെഡ്ജിലേക്കാണ് വരാൻ വേണ്ടി പോകുന്നത്. ആദ്യഘട്ടം എന്ന നിലയിലാണ് ഇപ്പൊ കൊല്ലം പരീക്ഷിക്കപ്പെടുന്നത്. അപ്പൊ മത്സ്യസമ്പത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കടലിൽ പോകുന്നവർക്കറിയാം, ഓക്കി വന്നതിന് ശേഷം, സുനാമി വന്നതിന് ശേഷം കടലിൽ പോയാൽ മത്സ്യം ലഭിക്കുന്നില്ല. സുലഭമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തിന്റെ അളവ് ഗണ്യമായി കുറയുന്നു. മത്സ്യസമ്പത്തിന് ശോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആഴക്കടൽ മണൽ ഖനനം കൂടി നടത്തിയാൽ മത്സ്യസമ്പത്തിന്റെ സ്രോതസ് ഇല്ലാതാകും. നിങ്ങൾ അറിയേണ്ടത് എത്ര മീറ്റർ ആഴത്തിലാണെന്ന് അറിയാമോ? 48 മീറ്റർ മുതൽ 62 മീറ്റർ വരെ ആഴത്തിലാണ് ഭീമാകാരമായിട്ടുള്ള ഡ്രഡ്ജിംഗ് യന്ത്രങ്ങൾ കൊണ്ടുവന്ന് ആഴക്കടൽ കുത്തിപ്പൊളിക്കുന്നത്. ഈ പരപ്പ് കുത്തിപ്പൊളിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. 60 മീറ്റർ ആഴത്തിൽ കടലിൽ ഖനനം നടത്തിയാൽ അതിന്റെ പ്രത്യാഘാതം എത്ര ഭീകരമായിരിക്കുമെന്നുള്ളത് മത്സ്യത്തൊഴിലാളി സമൂഹത്തോട് ഞങ്ങൾ പറഞ്ഞറിയിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഈ പരപ്പ് തകർക്കപ്പെടും. മത്സ്യസമ്പത്തിന്റെ നശൂരണം സംഭവിക്കും, മത്സ്യസമ്പത്തിന്റെ ഉന്മൂലനം സംഭവിക്കും. ഇങ്ങനെ ചെളിയും മണലും എക്കലും അടിത്തട്ടിലാണ്, സീബെഡാണ്, കടലിന്റെ അടിത്തട്ടാണ് കവർന്നെടുക്കുന്നത്.
കുത്തിപ്പൊളിക്കുന്നത്. അങ്ങനെ കുത്തിപ്പൊളിക്കുമ്പോൾ മണൽ മാത്രമല്ല വരുന്നത്, മണലും ചെളിയും എക്കലും ഉൾപ്പെടെയുള്ളവരും അതിൽ നിന്നും മണൽ വേർതിരിച്ചെടുത്ത് ബാക്കി ചെളിയും എക്കലും വീണ്ടും കടലിൽ നിക്ഷേപിക്കുമ്പോൾ ഉണ്ടാകുന്ന കടലിന്റെ ആവാസ വ്യവസ്ഥ, കടലിന്റെ സ്ഥിതി, അതുപ്രകാരം മത്സ്യസമ്പത്തിനുണ്ടാകുന്ന ശോഷണം, ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഞങ്ങൾ ചോദിക്കുന്നു, ഇതിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ? ഇത്തരത്തിലൊരു 34,000 കോടി രൂപ കടൽ മണൽ ഖനനം ചെയ്ത് കൊല്ലത്ത് നിന്ന് മാത്രം 34,000 കോടി രൂപ ലക്ഷ്യമിട്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബ്ലൂ എക്കണോമി അഥവാ നീല സമ്പദ് വ്യവസ്ഥ എന്ന പേരിൽ ഈ കടലിൽ ഖനനം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളെ സംബന്ധിച്ചൊരു പഠനം ഇന്നേ വരെ കേന്ദ്ര സർക്കാർ നടത്തിയിട്ടില്ല. സാമൂഹ്യ പ്രത്യാഘാതത്തെ കുറിച്ച് പഠനം നടത്തിയിട്ടില്ല. പെരിമാതുറ ഉൾപ്പെടെ പൂന്തുറ, വലിയതുറ, അതുപോലെ ശക്തികുളങ്ങര, നീണ്ടകര, ചെലക്കൂർ ഉൾപ്പെടെയുള്ള അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള ആലപ്പുഴ അടക്കം കടലോര മേഖലയിൽ അധിവസിക്കുന്ന തീരദേശവാസികളുടെ ആവാസ വ്യവസ്ഥ എന്തായിരിക്കുമെന്നതിനെ സംബന്ധിച്ച് പഠനം നടത്തിയിട്ടില്ല. ഒരു പഠനവും നടത്താതെ ഏകപക്ഷീയമായി നീല സമ്പദ് വ്യവസ്ഥ എന്ന പേരിൽ 2047 ലോകത്തെ അതിവികസിത സമ്പദ്ഘടനയായി ഇന്ത്യ മാറ്റുമെന്ന പ്രഖ്യാപനത്തോടുകൂടി നരേന്ദ്രമോദി ഗവൺമെന്റ് ആരംഭിച്ചിരിക്കുന്ന ഈ പ്രക്രിയ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നു, കടലിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കും, തീരദേശ മേഖലയെ തകർക്കും, മത്സ്യസമ്പത്തിന്റെ അളവ് കുത്തനെ കുറയും, തീരദേശവാസികളുടെ ജീവനും ജീവനോപാധികളും ജീവിതവും തകർക്കുന്ന നിലയിലേക്ക് മാറിത്തീരുമെന്നുള്ളത് കൊണ്ടാണ് കടൽ മണൽ ഖനനത്തിനെതിരായി RSPയും കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും പ്രത്യക്ഷമായ പ്രക്ഷോഭവുമായി രംഗത്തിറങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ ഇന്നലെ ഐക്യ ജനാധിപത്യ മുന്നണി വളരെ വിശദമായി ഈ കാര്യത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. പി രാജീവ് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയാണ്. അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തി ഒരു കാര്യം പറഞ്ഞു. എന്താണ് ഒന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ നയം, 2 സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാടെന്താ, അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സംസ്ഥാന ഗവൺമെന്റ്, ഞാൻ ആധികാരികമായി പറയുന്നു, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കടൽ കൊള്ളയ്ക്ക് ചൂട്ടുപിടിക്കുന്ന പണിയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള CPM ഗവൺമെന്റ് കേരളത്തിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനിത് വ്യക്തമായി പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ നിയമം പാർലമെന്റിൽ വരുന്നത് 2023 ജൂലൈ മാസം 27-ാം തീയതിയാണ്. 2023 ജൂലൈ മാസം 27-ാം തീയതി പാർലമെന്റിൽ ഓഫ്ഷോർ മിനറൽസ് ഏരിയ ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷൻ ബിൽ എന്ന പേരിൽ ഞാൻ പറഞ്ഞു വന്നത്, 2023 ഈ നിയമം പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് 2023 ജൂലൈ 27 വന്നപ്പോൾ പി രാജീവ് എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ മന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞു, UDFന്റെ MP-മാർ ഭേദഗതി നിർദ്ദേശം പോലും കൊടുത്തില്ല, എതിർത്ത് പാർലമെന്റിൽ സംസാരിച്ചില്ല. ഒരു മന്ത്രിക്ക് ഇങ്ങനെ കല്ലുവെച്ച പച്ചക്കള്ളം ജനങ്ങളോട് പറയാമോ? ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് തീയതിയിലേക്കൊന്നും പോകുന്നില്ല. പാർലമെന്റിൽ 26-ാം തീയതി ബില്ല് സർക്കുലേറ്റ് ചെയ്യുന്നു, ബില്ല് ഞങ്ങൾക്ക് ലഭിക്കുന്നു രാത്രി. 27-ാം തീയതി രാവിലെ ബില്ല് അവതരിപ്പിക്കുന്നു. അടുത്ത 2 ദിവസം അവധി. ആഗസ്റ്റ് മാസം 1-ാം തീയതി ബില്ല് പാസ്സാക്കുന്നു. എങ്ങനെ പാസ്സാക്കുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2023 ജൂലൈ 27 ബില്ല് അവതരിപ്പിക്കുന്ന ദിവസം മണിപ്പൂർ കലാപം അമർച്ച ചെയ്യുന്നതിൽ പരാജയപ്പെട്ട നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് രാജ്യത്ത് തുടരാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് CPM അടക്കം കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളും അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തു. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഴുവൻ പാർലമെന്റ് അംഗങ്ങളും നടുത്തളത്തിലിറങ്ങി ബഹളം നടത്തുന്ന സമയത്താണ് ചർച്ചയ്ക്ക് പോലും അവസരം നൽകാതെ ബില്ല് അവതരിപ്പിച്ച് BJP ഗവൺമെന്റ് ആ ബില്ല് പാസാക്കിയെടുത്തത്. ജനാധിപത്യ വിരുദ്ധമായി പാർലമെന്റ് അംഗങ്ങൾക്ക് ചർച്ച ചെയ്യാനോ ഭേദഗതി അവതരിപ്പിക്കാനോ എതിർക്കാനോ അവസരം പോലും നൽകാതെ
പ്രധാനമന്ത്രിയിൽ അവിശ്വാസം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയം ചർച്ചയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ MP-മാർ ബഹളം വെച്ച തക്കം നോക്കി മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെ തകർക്കുന്ന, തീരദേശ മേഖലയെ തകർക്കുന്ന, ആഗോള മൂലധന ശക്തികളുടെ സാമ്പത്തിക താല്പര്യത്തെ സംരക്ഷിക്കുന്ന ഓഫ്ഷോർ മിനറൽസ് ഏരിയ ഡെവലപ്മെന്റ് റെഗുലേഷൻ ബിൽ എന്ന് പറയുന്ന ബില്ല് മോദി പാസാക്കി. CPM-ന്റെ മന്ത്രി P. രാജീവ് പറയേണ്ടതുണ്ട്, ആ ബില്ല് പാസാക്കിയത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയേണ്ട മന്ത്രി ഇന്നലെ പത്രസമ്മേളനം നടത്തി പറഞ്ഞത് എന്താണെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞു UDF-ന്റെ MP-മാർ പാർലമെന്റിൽ അതിനെ എതിർത്തില്ല. നിങ്ങളൊന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് പത്രസമ്മേളനം നടത്തി ചോദിച്ചു, UDF-ന്റെ MP-മാർ എതിർത്തില്ല. ഞാൻ ചോദിച്ചോട്ടെ, ഒരു തരി മതി കനൽ, ഒരു തരി മതി കനൽ, നല്ല തരിയാണെങ്കിൽ നല്ല കനലാണെങ്കിൽ മതി എന്ന് പറഞ്ഞ ആലപ്പുഴ തീരദേശ മേഖലയെ പ്രതികരിക്കുന്ന AM ആരിഫ് MP എന്തേ ഒന്നും മിണ്ടാത്തത്? ആഗസ്റ്റ് 1-നാണ് പാസ്സാകുന്നത്. ആഗസ്റ്റ് 3-ന് രാജ്യസഭയിലെത്തി. രാജ്യസഭയിൽ ബില്ല് വന്നപ്പോൾ CITUവിന്റെ അഖിലേന്ത്യാ നേതാവും സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള എളമരം കരീം MP, ജോൺ ബ്രിട്ടാസ് MP, നമ്മളെ A. റഹീം MP, സന്തോഷ് കുമാർ MP, ശിവദാസൻ MP, CPM-ന്റെ നേതാക്കന്മാർ, CITUവിന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളവർ രാജ്യസഭയിലുണ്ട്. എന്തേ അവർ ഭേദഗതി നിർദ്ദേശിച്ചില്ല? അവർ ഈ കാര്യത്തിൽ ഇടപെട്ട് സംസാരിച്ചില്ല? ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം പ്രധാനമന്ത്രി രാജിവെക്കണം. പ്രധാനമന്ത്രിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. അവിശ്വാസ പ്രമേയം ഞങ്ങൾ നോട്ടീസ് കൊടുത്തു, നോട്ടീസ് അംഗീകരിച്ചു. അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കണം. പ്രധാനമന്ത്രി സഭയിൽ വന്ന് മറുപടി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യയിലെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ഒറ്റക്കെട്ടായി പാർലമെന്റ് സ്തംഭിപ്പിച്ചുകൊണ്ട് സമരം നടക്കുന്ന തക്കം നോക്കി ചർച്ച കൂടാതെ BJP ഗവൺമെന്റ് ബില്ല് പാസാക്കിയെടുക്കുമ്പോ UDF-ന്റെ MP-മാർ ആ ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞൊരു മന്ത്രി കണ്ണുവെച്ച പച്ച കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്ത് മറുപടിയാണ് പറയേണ്ടത്? ഇനി ചരിത്രം പറഞ്ഞ ഗവൺമെന്റിന്റെ ഭാഗത്ത് സംസ്ഥാന ഗവൺമെന്റ് ഒളിച്ചു കളിക്കുന്നു. അവിടെയാണ് ഞങ്ങളുടെ രണ്ടാമത്തെ ആക്ഷേപം. എങ്ങനെ ഒളിച്ചു കളിക്കുന്നു? 2023-ൽ കരട് ബില്ല് തയ്യാറാക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിന് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ അഭിപ്രായം ഞങ്ങൾക്ക് നൽകണം, എഴുതി നൽകണം. എന്താ ഈ പിണറായി വിജയൻ ഗവൺമെന്റ് ചെയ്തതെന്നറിയാമോ? ഫെബ്രുവരി 9-ന് കത്ത് കിട്ടി, മാർച്ച് 11-ന് മുമ്പ് മറുപടി തരണമെന്ന് പറഞ്ഞു. മാർച്ച് 11 വരെ വെച്ചുകൊണ്ടിരുന്നിട്ട് 11-ാം തീയതി ഫിഷറീസ് സെക്രട്ടറി മറുപടി കൊടുത്തു. ഞാൻ ചോദിക്കുന്നു, ഈ ഫെബ്രുവരി 9-ന് കരട് ബില്ല് നിങ്ങൾക്ക് കിട്ടിയ സാഹചര്യത്തിൽ കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സംഘടനാ പ്രതിനിധികളെ വിളിച്ച് നിങ്ങളൊന്ന് ചർച്ച ചെയ്തോ? സർവകക്ഷി യോഗം വിളിച്ച് എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് ഗവൺമെന്റ് ആലോചിച്ചോ? ഏതെങ്കിലും ഒരു പ്രസ്ഥാനവുമായി, സംഘടനയുമായി നിങ്ങൾ ആലോചിച്ചോ? നിങ്ങൾ ആരെയും അറിയിക്കാതെ ഒരു വാറോല എഴുതി കൊടുത്തു, കടലാസ് എഴുതി കൊടുത്തു. അവസാനം ബില്ല് പാസ്സായി, നിയമമായി. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അറിയണം, ജനുവരി 2025 ജനുവരി 9-നും 10-നും തിരുവനന്തപുരത്ത്, ജനുവരി 9-ന്, 10-ന് എറണാകുളത്ത് ഈ ബിഡിംഗ് നടപടികൾ, ലേല നടപടികൾക്ക് വേണ്ടി യോഗം വിളിച്ചു. ആ യോഗത്തിൽ നമ്മുടെ വ്യവസായ സെക്രട്ടറി പങ്കെടുത്തു. വ്യവസായ സെക്രട്ടറി പറഞ്ഞത് എന്താണെന്നറിയാമോ? 2 കാര്യങ്ങളാണ് സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി വ്യവസായ വകുപ്പിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി പറഞ്ഞത്. ഒന്ന്, മത്സ്യസമ്പത്തിന് ദോഷകരമല്ലാത്ത നിലയിൽ മണൽ ഖനനമാകാം എന്ന് പറഞ്ഞാൽ തത്വത്തിൽ കടൽ മണൽ ഖനനത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നു. എങ്ങനെയാണ് മത്സ്യസമ്പത്തിന് ദോഷകരമല്ലാത്ത നിലയിൽ മണൽ ഖനനം നടത്തുന്നത് കടലിൽ? അപ്പൊ പരോക്ഷമായി അനുകൂലിക്കുന്നു. രണ്ടാമത് പറഞ്ഞ വാചകം, രണ്ടാമത് പറഞ്ഞ വ്യവസ്ഥ, നിർദ്ദേശം എന്ന് പറയുന്നത്, ഈ കടൽ മണൽ ഖനനം നടത്തുമ്പോൾ ലഭിക്കുന്ന റോയൽറ്റി പണം ഇപ്പോഴുള്ള നിയമം അനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന് മാത്രമാണ് കിട്ടുന്നത്. അത് സംസ്ഥാനത്തിന് കൂടി ലഭിക്കണം. അപ്പൊ സംസ്ഥാനത്തിന് കൂടി മണൽ ഖനനം നടത്തുന്നതിലൂടെ ലഭിക്കുന്ന പണം സംസ്ഥാന ഗവൺമെന്റിന് കൂടി അതിന്റെ പങ്ക് കിട്ടിയാൽ ആകാം എന്നല്ലേ അതിന്റെ അർത്ഥം? അപ്പൊ ആരാ കള്ളക്കളി ഈ കാര്യത്തിൽ നടത്തുന്നത്?
സംസ്ഥാന ഗവൺമെന്റ് കൃത്യമായിട്ടുള്ള നയമുണ്ടോ, നിലപാടുണ്ടോ? ഞാൻ ഒറ്റ ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കാം. തമിഴ്നാട് സംസ്ഥാനത്തെ ആണുങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനം സ്റ്റാലിൻ, അവിടുത്തെ മുഖ്യമന്ത്രി അവിടെ കന്യാകുമാരി ജില്ലയിൽ ഒരു മേഖലയിൽ ഖനനം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ടെൻഡർ വിളിച്ചു. അദ്ദേഹം നിയമസഭ വിളിച്ചു ചേർത്തു, സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തു. നിയമസഭ പ്രമേയം പാസാക്കി പറഞ്ഞു, ഇവിടെ ഖനനം പാടില്ല, ഒരു കാരണവശാലും നിങ്ങൾ അനുവദിക്കില്ല. അവസാനം കഴിഞ്ഞ മാസം സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഖനനം നടത്താനുള്ള ടെൻഡർ കേന്ദ്ര ഗവൺമെന്റ് പിൻവലിച്ചു. സ്റ്റാലിൻ, അതാണ് മുഖ്യമന്ത്രി. ഈ പരപ്പിന്റെ കാര്യത്തിൽ കടൽപ്പാത കടന്നു പോകുന്ന സ്ഥലത്തു നിന്ന് മാറ്റി ഈ പരപ്പിൽ നിന്ന് മാറി വേണം കടൽപ്പാത പോകാൻ എന്ന് നമ്മൾ ആവശ്യപ്പെട്ട കടലാസ് കൊടുത്തു, പിന്നെ ഒന്നും ചെയ്തില്ല. കന്യാകുമാരിയിൽ വരുന്ന വെഡ്ജ് എന്ന് പറയുന്ന മറ്റൊരു പ്രദേശമുണ്ട്, പരപ്പിന് തുല്യമായി. സ്റ്റാലിൻ ഇടപെട്ടു, കടൽപ്പാതയുടെ റൂട്ട് മാറ്റി നിശ്ചയിച്ചു. ഇവിടെയും ഒരു ഗവൺമെന്റ് ഉണ്ട്. എന്തിനാണ് ഈ ഗവൺമെന്റ്? നിങ്ങൾക്കറിയാം, പാവപ്പെട്ട 7,000 രൂപ മാത്രം ഓണറേറിയം വാങ്ങുന്ന കോവിഡ്-19 പാൻഡമിക്കിന്റെ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ചികിത്സയും ശുശ്രൂഷയും പരിചരണവും സ്വന്തം ജീവനെ പോലും ബലികഴിച്ചുകൊണ്ട് ഏറ്റെടുത്ത് നടത്തിയ പാവപ്പെട്ട ആശാ വർക്കേഴ്സ് 19 ദിവസമായി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം നടത്തുന്നു. 7,000 രൂപയാണ് അവരുടെ പ്രതിമാസ ഓണറേറിയം. ദിനം ഒരു ദിവസം 233 രൂപ. അതിലും പറയുന്ന ജോലി ചെയ്തില്ലെങ്കിൽ 700 രൂപ വെച്ച് കുറയ്ക്കും. സംസ്ഥാനത്തിന് പണമില്ല. ആ പണം 3 മാസം കുടിശ്ശിക. ഇവിടെ PSC മെമ്പർമാർ, നിങ്ങൾ അറിയണം, PSCയുടെ ചെയർമാൻ, PSC മെമ്പർമാർ, അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ശമ്പളം ശരാശരി ഒരു മാസം 1.5 ലക്ഷം രൂപ കൊണ്ട് വർദ്ധിപ്പിക്കാൻ പിണറായി വിജയന്റെയും ബാലഗോപാലന്റെയും ഖജനാവിൽ പണമുണ്ട്. KV തോമസ് എന്ന് പറയുന്ന രാഷ്ട്രീയ കുതികാൽ വെട്ടി കോൺഗ്രസിനെ പിന്നിൽ നിന്ന് കുത്തി മറത്താൻ ശ്രമിച്ച KV തോമസ് എന്ന നയവഞ്ചക രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയെ ഡൽഹിയിൽ കുടിയിരുത്തുന്നതിന് കോടികൾ ധൂർത്തടിക്കുന്നു. അദ്ദേഹത്തിന് ഒരു വർഷത്തെ യാത്രാ ഭത്ത 5 ലക്ഷം രൂപയായിരുന്നു. അതിപ്പോ 11,60,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഒറ്റയടിക്ക് വർധനവ് 6,60,000 രൂപ. ഇതിനെല്ലാറ്റിനും പണമുണ്ട്. പാവപ്പെട്ട ആശാ വർക്കേഴ്സിന് അവരുടെ ഓണറേറിയം 3 മാസത്തെ ഓണറേറിയം കൊടുക്കാൻ പൈസയില്ല, വർദ്ധിപ്പിക്കാൻ പണമില്ല. അവർ സമരം നടത്തുമ്പോ CIT പറയുന്നത് ഈർക്കിൽ പാർട്ടിയുടെ പാട്ടപ്പിരിവ് സമരം എന്നാണ്. ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു തൊഴിൽ സമരത്തെ കുറിച്ച് പറഞ്ഞ പ്രതികരണം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കടലോര മേഖലയിൽ പണിയെടുക്കുന്ന മത്സ്യത്തൊഴിലാളികൾ ഇന്ന് CPM-ന്റെ അജണ്ടയിലില്ല. പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവർ ഇന്ന് CPM-ന്റെ അജണ്ടയിലില്ല. അതിസമ്പന്ന ധനിക ശക്തികൾ, മൂലധന ശക്തികളാണ് ഇന്ന് CPM-നെയും കേരളത്തിന്റെ ഗവൺമെന്റിനെയും നയിക്കുന്നത്. അവർക്ക് സാധാരണക്കാർ ഇന്ന് അവരുടെ ജീവിതത്തിൽ, അവരുടെ ഭരണത്തിന്റെ അജണ്ടയിലില്ല. അതുകൊണ്ട് തന്നെ ഈ മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ, അതിസമ്പന്ന മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ ഇന്ന് ഈ കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ സെക്രട്ടറി മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പറഞ്ഞാൽ ഒരുപാടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാരിസ്ഥിതിക പഠനം ഞങ്ങൾ നടത്തും. എങ്ങനെയാണെന്നറിയാമോ? ടെൻഡർ വിളിച്ച് ടെൻഡർ പിടിക്കുന്ന കമ്പനി, ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന് അദാനിയാണ് ടെൻഡർ വിളിക്കുന്നതെങ്കിൽ, ടെൻഡറിൽ വരുന്നതെങ്കിൽ അദാനി കമ്പനി തന്നെ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തണം. പ്രതിയെ തന്നെ ശിക്ഷ വിധിക്കാൻ ഏർപ്പാട് ചെയ്താൽ എന്താ സംഭവം? ടെൻഡർ പിടിക്കുന്ന കരാറുകാരൻ അവൻ പാരിസ്ഥിതിക പഠനം നടത്തി അതിന്റെ റിപ്പോർട്ടിനടിച്ച് ഏതെങ്കിലും ഒരു കമ്പനി കോടികൾ ചെലവഴിച്ച് ടെൻഡറിൽ പങ്കാളിയായി ടെൻഡർ പിടിച്ചതിന് ശേഷം പാരിസ്ഥിതിക പഠനം നടത്തി പ്രായോഗികമല്ല എന്ന് ആരെങ്കിലും പറയുമോ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയ തോതിൽ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ താല്പര്യങ്ങളെ തകർക്കുന്ന ഒരു ഗവൺമെന്റാണ് കേന്ദ്രത്തിൽ. അതിന് ചൂട്ടുപിടിക്കുന്നു കേരളത്തിൽ. തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ അവസ്ഥ ഇത് മാത്രമല്ല. മണ്ണെണ്ണയുടെ സബ്സിഡി എടുത്തു കളഞ്ഞു. ഭവന നിർമ്മാണ പദ്ധതി നിങ്ങൾ ചോദിക്കണം, മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായി കേരളത്തിൽ
ഒരു ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിരുന്നു, മത്സ്യത്തൊഴിലാളികൾക്ക് മാത്രമായിട്ടുള്ള ഭവന നിർമ്മാണ പദ്ധതി. ഇന്ന് ആ ഭവന നിർമ്മാണ പദ്ധതി മാറ്റി ലൈഫ് പദ്ധതിയുടെ പരിധിയിൽ കൊണ്ടുവന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സ്കോളർഷിപ്പ്, അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി വെട്ടിക്കുറക്കുന്നു. തീരദേശ മേഖലയിൽ സമാന സ്വഭാവത്തിൽ കടന്നു വരുന്ന നിരവധിയായിട്ടുള്ള പ്രതിരോധകരമായ വെല്ലുവിളികൾ. അതുകൊണ്ട് ആ വെല്ലുവിളികളുടെ കൂട്ടത്തിലാണ് കടൽ മണൽ ഖനനം. ഞങ്ങൾ ഒരു കാര്യം ഉറപ്പു പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു സംശയവും വേണ്ട, നരേന്ദ്രമോദി എത്ര വിചാരിച്ചാലും, കേന്ദ്ര ഗവൺമെന്റ് പഠിച്ച പണി 18 നോക്കിയാലും, അതിന് പിണറായി വിജയന്റെയും പി രാജീവിന്റെയും പരോക്ഷമായ മൗനാനുവാദം ഉണ്ടായാലും, ഞങ്ങൾ ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കടൽ മണൽ ഖനനം നടത്താൻ ഒരു ശക്തിയെ അനുവദിക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് RSPയുടെ നേതൃത്വത്തിൽ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ തീരദേശ മേഖലയിൽ തീരദേശവാസികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള അതിശക്തമായ പ്രക്ഷോഭ സമരത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ സമരത്തിന് ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ച പിന്തുണ, പെരുമാതുറയിൽ ലഭിച്ച പിന്തുണ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ, CNP നേതാക്കളുടെ സാന്നിധ്യത്തിൽ, ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നൽകിയ വിസ്മയകരമായ സ്വീകരണത്തിന്, ഹാർദ്ദമായ വരവേൽപ്പിന് 1000 നന്ദിയുടെ പൂച്ചെണ്ടുകൾ ഞങ്ങൾ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നാളെ മുതൽ പരിശുദ്ധമായിട്ടുള്ള റമദാൻ മാസമാണ്. ആ പുണ്യമാസം നന്മയുടെ മാസമാണ്, വ്രതാനുഷ്ഠാനങ്ങളുടെ മാസമാണ്. അതിന്റെ പ്രത്യേകതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇസ്ലാമിക സൗധത്തെ താങ്ങി നിർത്തുന്നത് 5 പ്രധാനപ്പെട്ട അടിത്തൂണുകളാണ്, കല്ലുകളാണ്. അതിലൊന്ന് അചഞ്ചലമായിട്ടുള്ള വിശ്വാസം, ഏക ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസവും ആ വിശ്വാസത്തിന്റെ അവസാന പ്രചാരകനായിരുന്ന മുഹമ്മദ് നബി തിരുമേനിയിലുള്ള സാക്ഷ്യവും. ഈ അചഞ്ചലമായ വിശ്വാസമാണ് ഒരു വിശ്വാസിയെ മുന്നോട്ട് നയിക്കുന്ന കരുത്ത്. മുറവറ്റാതെ കൃത്യതയോടുകൂടി ദിനേന 5 നേരവും നിസ്കരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന ആചാരം. വർഷത്തിൽ 1 മാസക്കാലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വ്രതാനുഷ്ഠാനങ്ങൾ നിർവഹിക്കണം. ഉള്ളവന്റെ വരുമാനത്തിന്റെ, മൂലധന വരുമാനത്തിന്റെ 2 മുതൽ 3% വരെയും, വാർഷിക വരുമാനത്തിന്റെ 10 മുതൽ 20% വരെയും ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. വിശുദ്ധ ഖുർആൻ ഉള്ളവന്റെ വരുമാനത്തിന്റെ നിയതമായ അംശം, പ്രിസ്ക്രൈബ്ഡ് പെർസെന്റേജ് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണം. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, പ്രവാചകനെ ഉദ്ബോധിപ്പിക്കുന്നു, അത് ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുന്ന ഔദാര്യമല്ല, അത് ഉള്ളവന്റെ ചുമതലയാണ്, ഇല്ലാത്തവന്റെ, പാവപ്പെട്ടവന്റെ അവകാശമാണ് സക്കാത്ത്. കാരണം ഈ പ്രപഞ്ചത്തിലെ പ്രകൃതി വിഭവങ്ങളെ വിനിയോഗിച്ചാണ് നീ മൂലധനം ഉണ്ടാക്കിയത്, ആസ്തി ഉണ്ടാക്കിയത്, സമ്പത്തുണ്ടാക്കിയത്. ആ പ്രകൃതി വിഭവങ്ങൾ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങൾക്കും അനുഭവിക്കാൻ അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി വിഭവങ്ങൾ. അത് നീ അറബിയിൽ പോയി, ഗൾഫിൽ പോയി പണിയെടുത്തിട്ടാണെങ്കിലും, മണ്ണും വെള്ളവും പ്രകൃതി വിഭവങ്ങളും വിനിയോഗിച്ചിട്ടാണ് നീ അധ്വാനിച്ചിട്ടാണെങ്കിലും പണമുണ്ടാക്കിയത്. ഈ പ്രകൃതി വിഭവങ്ങൾ അനുഭവിക്കാൻ അവകാശപ്പെട്ടവർ ഈ പ്രപഞ്ചത്തിലെ സർവ്വ ജീവജാലങ്ങളുമാണ്. അതുകൊണ്ട് നീ ഉണ്ടാക്കിയ ആസ്തി, നീ ഉണ്ടാക്കിയ സമ്പത്ത് നിനക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഈ പ്രപഞ്ചത്തിലെ ഇതര വിഭാഗത്തിനു കൂടി അവകാശപ്പെട്ടതാണ്. അതുകൊണ്ടാണ് വാർഷിക വരുമാനത്തിന്റെ 10 മുതൽ 20% വരെയും, മൂലധന വരുമാനത്തിന്റെ ആസ്തിയുടെ 2 മുതൽ 3% വരെയും ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കണമെന്നും അതില്ലാത്തവന്റെ അവകാശമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന സക്കാത്ത്. അതോടൊപ്പം 5-ാമത്തേത്, ശാരീരികമായി ആരോഗ്യവും സമ്പത്തും അനുവദിക്കുമെന്നുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മം നിർവഹിക്കണമെന്നതടക്കമുള്ള 5 സുപ്രധാനമായിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നാളെ മുതൽ ആരംഭിക്കുന്ന പരിശുദ്ധമായ റമദാൻ മാസം, നോയമ്പനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളുടെ മാസം. ആ പുണ്യ കാലഘട്ടത്തിന്റെ നന്മ നിറഞ്ഞ ആശംസകൾ എല്ലാ വിശ്വാസ സമൂഹത്തിനും ഈ അവസരത്തിൽ പ്രത്യേകമായി അർപ്പിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക്, ഈ തീരദേശ ജാഥയ്ക്ക് ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ കോൺഗ്രസിന്റെ ചടുലമായ നേതൃത്വത്തിൽ
RSP സംഘടിപ്പിച്ച ഈ സ്വീകരണ സമ്മേളന പരിപാടിക്ക് ആവേശകരമായ വരവേൽപ്പ് നൽകിയ, ഞാൻ എല്ലാ നേതാക്കളുടെയും പേര് പറഞ്ഞില്ല, മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും, അവർക്ക് കരുത്തായി ശക്തിയായി ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന മുഴുവൻ പ്രവർത്തകരെയും, അതോടൊപ്പം തന്നെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും CMPയുടേതും അടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളോടും പ്രവർത്തകരോടുമുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഗംഭീരമായ നിലയിൽ ഓർഗനൈസ് ചെയ്ത്, ഞാൻ കേട്ടത് ശരിയെങ്കിൽ മഴയ്ക്ക് മുമ്പ് ഏതാണ്ട് ഇതിനേക്കാൾ ഇരട്ടി ജനം ഇവിടെ ഉണ്ടായിരുന്നു ഈ ജാഥയെ വരവേൽക്കാൻ. ആ നിലയിൽ ഉജ്ജ്വലമായ നിലയിൽ സംഘടിപ്പിച്ചതിന് നേതൃത്വം കൊടുത്ത ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അതിനുപരി കഴിഞ്ഞ പ്രാവശ്യം ആറ്റിങ്ങൽ കഴിഞ്ഞതിന് തൊട്ട് മുമ്പ് പ്രാവശ്യം ആറ്റിങ്ങൽ നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിച്ച ചന്ദ്രബാബുവിന്റെ നേതൃത്വത്തിലുള്ള സംഘാടക സമിതിയെ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിവാദ്യം ചെയ്ത് നിങ്ങൾ നൽകുന്ന സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞ് ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഒറ്റക്കെട്ടായി തീരദേശം മത്സ്യത്തൊഴിലാളികൾ നമ്മൾ ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നാൽ ഒരു കാരണവശാലും കടൽ മണൽ ഖനനം പ്രാവർത്തികമാക്കാൻ, യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ അനുവദിക്കില്ല. ആ പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി ഉണ്ടാകണം എന്ന് മാത്രം ഈ അവസരത്തിൽ പ്രത്യേകം പറഞ്ഞുകൊണ്ട് അഭിവാദ്യം അർപ്പിച്ച് നന്ദി രേഖപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദനം.